ദൈവനാമം വാഴ്ചപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യാസമയം ദൈവസന്നിധിയിൽ കർത്താവിന്റെ വചനവുമായി ആയിരിക്കാൻ തക്കവണ്ണം ഈ ക്രൈസ്തവ എഴുത്തുപുര ഫേസ്ബുക്ക് പേജിൽ കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയ വൻകൃപയെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത്തരണത്തിൽ ഒരവസരം ഒരുക്കി തന്ന ഇതിന്റെ ഭാരവാഹികൾക്കായി നന്ദി പറയുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി ഞാൻ വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നതിന് മുൻപായി നമുക്കറിയാം, നമ്മൾ അന്ത്യകാലത്തിലാണല്ലോ ഇപ്പോൾ ആയിരിക്കുന്നത്. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. ലോകമെമ്പാടും സമാധാനമില്ലാതെ പരക്കം പായുന്ന ജനത്തെ നമുക്ക് കാണാം. പ്രൈസ് ദി ലോർഡ്. യുദ്ധധ്വനികൾ നമ്മൾ കേൾക്കുന്നു. പരിഭ്രാന്തപ്പെട്ട് ഓടുന്ന ഒരു ജനത്തെ നമ്മൾ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. വിവിധമായ അസുഖങ്ങൾ കടന്നു വരുന്നു. പുതിയ പുതിയ അസുഖങ്ങൾ കടന്നു വരുന്നു. ഒരു സമാധാനമില്ലാത്ത അന്തരീക്ഷം ലോകമെമ്പാടും ഇപ്പോൾ വ്യാപിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം നമ്മളെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സത്യമുണ്ട്. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ അന്ത്യനാളുകളിൽ നമ്മളായിരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, നമ്മൾ ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 119 അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച്. ഹല്ലേലൂയ. സാക്ഷ്യങ്ങളെ എങ്ങനെയാണ് പ്രമാണിക്കുക? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവവചനത്തിൽ ഹല്ലേലൂയ ദൈവം നമ്മളോട് അറിയിച്ചിട്ടുള്ള ഹല്ലേലൂയ വചനങ്ങൾ, അല്ലെങ്കിൽ ദൈവം നമ്മളോട് അറിയിച്ചിട്ടുള്ള പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എഴുതപ്പെട്ടിരിക്കുന്ന വചനപ്രകാരം ഹല്ലേലൂയ നമ്മൾ അതിനെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്നുവെങ്കിൽ ഈ ലോകത്തിൽ നമ്മൾ ഭാഗ്യവാനെന്ന് ഹല്ലേലൂയ വചനം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ ഒരു വാക്യം വായിക്കാൻ കഴിയുന്നത് 101 അധ്യായം സങ്കീർത്തനം 101 2-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വെക്കും, എപ്പോൾ നീ എന്റെ അടുക്കൽ ഹല്ലേലൂയ വരും. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നിഷ്കളങ്ക മാർഗത്തിൽ ഹല്ലേലൂയ ശ്രദ്ധ വെക്കണം. ഹല്ലേലൂയ. നമുക്ക് അറിയാം, ഈ ലോകത്തിൽ ഹല്ലേലൂയ പലവിധമായ കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ മാറ്റിവെക്കാൻ സാധിക്കും. അതായത്, നമ്മളൊരു വണ്ടി വാങ്ങിച്ചു, അല്ലെങ്കിൽ നമ്മളൊരു വീട് വെച്ചു, നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് മാറ്റിപ്പണിയാം. പക്ഷേ ഹല്ലേലൂയ വചനം പറയുന്നു, ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ജീവിക്കുവാൻ ഒരു മാർഗമേ ഉള്ളൂ. അത് സത്യവേദപുസ്തകം അറിയിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്നതായ ആ സത്യമാർഗമാണ്. പ്രൈസ് ദി ലോർഡ്. അതിൽ നമ്മൾ നിഷ്കളങ്കപൂർവ്വം ഹല്ലേലൂയ ശ്രദ്ധ വെച്ചുകൊണ്ട് ഹല്ലേലൂയ നമ്മൾ മുൻപോട്ട് പോകുമെങ്കിൽ, മുൻപോട്ട് ജീവിക്കുമെങ്കിൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പ്രത്യാശ ഹല്ലേലൂയ ഏറിയ നാട്ടിൽ നമുക്ക് എത്തുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഹല്ലേലൂയ ഇവിടെ നമ്മൾ ഇത് ചിന്തിക്കുന്നത്, നമ്മുടെ ഹൃദയം എങ്ങനെയായിരിക്കണം, ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയം എങ്ങനെയായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആദ്യമായി നമ്മൾ കണ്ടു ഹല്ലേലൂയ അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്ന ഒരു ഹൃദയം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ നമ്മൾ വായിച്ചത് ഹല്ലേലൂയ നിഷ്കളങ്കത്തിൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വെക്കുന്ന ഒരു ഹൃദയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിന്റെ 2-ാമത്തെ ഭാഗം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ എന്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.